الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. من സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ പാടുപെടുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്താത്ത ഭാഗങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനും പരിശ്രമിക്കുക. അള്ളാഹു അതിനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം എല്ലാവരും ചെയ്യുന്ന സേവനങ്ങളിലും പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലുമെല്ലാം അനുഗ്രഹം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതി അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരന്മാരെ, റമദാൻ നമ്മുടെ വാതിൽക്കലിലാണ്. നാം അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ശൈലിയിൽ പഠിച്ചു. അതിലാദ്യമായി നാം പ്രധാനമായി ഉണർത്തിയത് ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹു നമുക്ക് ചെയ്ത വിശാലമായ അനുഗ്രഹത്തെ നാം അടങ്ങാത്ത ആവേശത്തോട് ആഹ്ലാദത്തോടുകൂടി സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നതോടൊപ്പം അതിന് പക്വതയുള്ള പാകതയുള്ള ആത്മാവായി നമ്മുടെ ആത്മാവിനെ വളർത്താൻ വേണ്ടി പാടുപെടേണ്ടതും ആണ് എന്ന് പറഞ്ഞു. അതിനായി പ്രധാനമായി ചെയ്യേണ്ടത് പാശ്ചാത്താപമാണെന്നും അത് പാശ്ചാത്താപത്തിൻ്റെ നിബന്ധനയോടുകൂടി എങ്ങനെയാണ് പാശ്ചാത്തപിക്കേണ്ടത് എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതായ വിഷയമായിരുന്നു. എന്നാൽ അതോട് തൊട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഓർമ്മ പുതുക്കാൻ അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതുകൊണ്ട് തന്നെ ഉദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ സ്മരിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ ഉണർത്തി കൊടുക്കുക. കാരണം ദിക്റ ഉണർത്തുക എന്നത് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ തട്ടും, അത് ഫലപ്രദമാകും എന്നതുകൊണ്ട് തന്നെ മുമ്പ് പഠിച്ചതാണെങ്കിലും പഠിപ്പിനെ പുതുക്കേണ്ടതും പഠിക്കാത്തതാണെങ്കിൽ പുതുതായി പഠിക്കേണ്ടതുമാണ് എന്ന് നമുക്ക് ഖുർആനിൻ്റെ സൂചനയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഗമായതുകൊണ്ട് വിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ നാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് നാം അതിനെ സ്വീകരിക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം അതിനോട് ഹൃദയശുദ്ധിയോടുകൂടി സ്വാഗതം, അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറയാനുള്ള കരുത്ത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചതായ വിഷയം. അതെ, റമദാൻ വരുമ്പോൾ, റമദാനിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് അവൻ്റെ ഹൃദയം നിറയെ വായ നിറയെ അവൻ പറയേണ്ട ബാധ്യത അവനുണ്ട്. കാരണം അവൻ്റെ അയൽവാസികളിലും ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ അവൻ്റെ പരിസരത്തിൽ സഹജീവികളിൽ സഹപാഠികളിൽ സഹപ്രവർത്തകന്മാരിൽ പലരും കഴിഞ്ഞ റമദാനിൽ കൂടെയുണ്ടായവർ ഈ വർഷം കൂടെയില്ല. ആ റമദാന് വരുന്ന സന്ദർഭം വരെ അള്ളാഹു നമുക്ക് ആയസ്സും വയസ്സും നീട്ടിത്തന്നല്ലോ എന്ന വിശാലമായ അനുഗ്രഹത്തെ അവൻ സ്വീകരിക്കേണ്ട ശൈലി നിറഞ്ഞ ഹൃദയത്തോടു കൂടി, നിറഞ്ഞ ഈമാൻ ഉൾക്കൊള്ളുന്ന നല്ല ആത്മാർത്ഥതയുള്ള സംതൃപ്തിയോടുകൂടിയുള്ള ഹൃദയം. അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ ഹജ്ജത്തുൽ വദാഇന് വന്നപ്പോൾ ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞൊരു ശൈലിയിൽ ഒരു പദപ്രയോഗമുണ്ട്, തയ്യിബതൻ ബിഹാ അൻഫുസുക്കും. നിങ്ങൾ നമസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും സക്കാത്ത് കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ശൈലിയാണ്. സംതൃപ്തിയോടുകൂടി തയ്യിബതൻ ബിഹാ അൻഫുസുക്കും. ഇത് പലരിലും പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ടത് അടിവരയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. നാം ചെയ്യുന്ന അമല് റമദാൻ വരുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ. നമസ്കാരം പോലെയല്ല, നോമ്പ് നമസ്കാരം പോലെയല്ല. നമസ്കാരം തടി കൊണ്ട് ചെയ്യുന്നതാണ്. നോമ്പ് അത് തടി കൊണ്ട് ചെയ്യുന്നതോടൊപ്പം പട്ടിണിയും ദാഹവും അതിൽ ഉൾക്കൊള്ളുന്നു. അതോടുകൂടി തന്നെ ക്ഷീണമുണ്ടാകുന്നു. അപ്പോൾ അതിൽ അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ വെന്തുരുകുന്നതല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ പ്രയാസപ്പെടുന്നത്. അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ അവന് തിന്നണം കുടിക്കണമെന്നൊക്കെ പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്. മറ്റു ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെന്നും പൂതിയുണ്ട്. അതൊക്കെ അവൻ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നിർത്തിവെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക വേദി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത് അള്ളാൻ്റെ കൽപ്പനയായതുകൊണ്ട് തന്നെ അത് ഞാൻ പ്രീതിയോടുകൂടി അത് അംഗീകരിക്കുന്നു. അത് ഉണ്ടായാലേ എനിക്ക് എൻ്റെ ഹൃദയം സമാധാനപ്പെടുകയുള്ളൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രീതിയോടുകൂടി തയ്യിബതൻ ബിഹാ അൻഫുസുക്കും എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് നാം ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുമ്പോൾ അൽഹംദുലില്ലാ, റമദാൻ വരെ എനിക്ക് അള്ളാഹു വയസ്സും നീട്ടി തന്നല്ലോ. അൽഹംദുലില്ലാ, എത്ര പേര് എൻ്റെ കൂടെ ജീവിച്ചവർ മരിച്ചു പോയവരുണ്ട്. അവരിപ്പോൾ റമദാനിനെ സ്വീകരിക്കാനുള്ളതായ ഭാഗ്യം അവർക്ക് അള്ളാഹു നൽകിയില്ലല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ പല പല ഹദീസുകളും മുമ്പിൽ വിട്ടുകിടക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളിൽ ഉത്തമർ ആരാണ്? വയസ്സ് നീട്ടിക്കിട്ടുന്നവരും കൂടുതൽ ജീവിക്കാൻ സാധിക്കുന്നവരും അതോടൊപ്പം അവൻ്റെ അമല് നന്നായി അമൽ ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. എത്ര 100 കൊല്ലം 90 കൊല്ലം 80 കൊല്ലം 70 കൊല്ലം 60 കൊല്ലമൊക്കെ ജീവിക്കുന്നു. അവസാന നിമിഷം വരെ അള്ളാഹനെ സ്മരിക്കാൻ സാധിക്കാറില്ല, നന്നായി അമൽ ചെയ്യാൻ സാധിക്കാറില്ല, പരലോകത്തിലേക്ക് ഒരുങ്ങാൻ സാധിക്കാറില്ല. അവസാന നിമിഷം വരേക്കും അവൻ ദുനിയാവുമായി മുഴുകി ജീവിക്കലായിരിക്കും. അപ്പോൾ അവൻ്റെ ആയസിലൂടെ റസൂൽ പറഞ്ഞ രൂപത്തിൽ മൻ താല ഉംറുഹു വഹസുന അമലുഹു, വയസ്സ് നീട്ടി കിട്ടപ്പെടുകയും അതോടൊപ്പം അമലിനെ നന്നാക്കാൻ സാധിക്കുകയും ചെയ്തവർ അവനാണ് ഉത്തമൻ എന്ന് റസൂൽ പറഞ്ഞ ഇനത്തിൽ പെടാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ മൻ താല ഉംറുഹു വസാ അമലുഹു, ആരാണ് ഷർറുന്നാസ്? മനുഷ്യന്മാരിൽ ഏറ്റവും വടക്ക് മനുഷ്യന്മാരാരാണ്? റസൂൽ പറയുന്നു മൻ താല ഉംറുഹു, വയസ്സ് നീണ്ട് അള്ളാഹു നീട്ടിക്കൊടുത്തു, പക്ഷേ സാ അമലുഹു, അവൻ്റെ അമല് വെടക്കായിരുന്നു. നല്ല അമൽ ചെയ്യാൻ അവൻ ആ വയസ്സിലൂടെ സാധിച്ചില്ല. ഇത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 2432 നമ്പർ ഹദീസ്. ഇമാം തുർമുദി പറയുന്നു ഹസനുൻ സഹീഹുൻ, ഹദീസ് വളരെ സഹീഹായ ഹദീസാണ്. അപ്പോൾ നമ്മുടെ വയസ്സും നീട്ടിക്കിട്ടുമ്പോൾ അള്ളാഹു അതിൽ കൂടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമൽ നന്നാവണം എന്നതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നിട്ട് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുകയുള്ളൂ? സ്വീകരിക്കുകയുള്ളൂ. മുത്തഖീങ്ങളാവാതെ എന്ത് അമൽ ചെയ്താലും ഈ ഭൂമിയിൽ ഫലം കിട്ടാൻ സാധ്യതയുണ്ട്, പരലോകത്തിൽ ഫലം കിട്ടുന്നതല്ല. പരലോകത്തിൽ ഫലം കിട്ടണമെങ്കിൽ അള്ളാഹ് സ്വീകരിക്കണം. അതാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നിട്ടല്ലാതെ സ്വീകരിക്കുന്നതല്ല എന്ന വാക്കിൻ്റെ അർത്ഥം. റസൂൽ പറയുന്നു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തുകളാസകലം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ബുഖാരിയിലുള്ള ഹദീസാണ്. റസൂൽ പറയുന്നു കുല്ലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളാസകലം യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, പ്രവേശിക്കണ്ട എന്ന് വിചാരിച്ചവനൊഴിച്ച്, പ്രവേശിക്കാൻ ഒരുങ്ങാത്തവനൊഴിച്ച്. അത് ആരാണ് റസൂലേ സ്വർഗത്തിൽ കടക്കണ്ട എന്ന് തീരുമാനിച്ചവൻ? ആരാണ് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാത്തവൻ എന്ന് സഹാബാക്കൾ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രത്യുത്തരം കേൾക്കുക, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവനാണ് സ്വർഗത്തിലേക്ക് കടക്കുക, ആരെങ്കിലും എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കടക്കാൻ തയ്യാറില്ല എന്ന് അവൻ്റെ പ്രവർത്തനം കുറിക്കുന്നു. അവൻ്റെ തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ പ്രവർത്തനം കുറിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ കടക്കാൻ തയ്യാറില്ല എന്നതാണ്. അപ്പോൾ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വേളയിൽ ആ റമദാനിലേക്ക് നാം പ്രവേശിച്ച് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ്, റമദാൻ വരെ അള്ളാഹു എന്നെ ജീവിപ്പിച്ചല്ലോ എന്ന ആ ഇഹ്സാസ്, അതുകൊണ്ടുള്ള ഹൃദയ സമാധാനം, ആ അള്ളാഹു ചെയ്തു കൊടുത്ത വിശാലമായ അനുഗ്രഹം
അത് ആസ്വദിക്കാനുള്ളതായ സന്മനസ് അവന് ഉണ്ടാവണം. അത് ഈമാൻ അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നതിലേക്ക് തെളിവാണ്. അതെ, ഒരു മൂമിൻ എത്ര കണ്ട് ഇവിടെ ജീവിച്ച് കിട്ടുന്നു അത്ര കണ്ട് അവൻ എന്താണ്? അനുഗ്രഹമാണ്. എത്ര കൂടുതൽ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു അത്ര അവന് അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഖുദാ ഗോത്രത്തിൽപ്പെട്ട 2 വ്യക്തികൾ, സഹാബാക്കൾ, അള്ളാഹു റസൂൽ ഹദ്റത്തിലേക്ക് വന്നിട്ട് മുസ്ലിമായ കഥ ഹദീസിൽ കാണുന്നു. ഒരേ ദിവസത്തിൽ ഒരേ സമയത്ത് 2 പേരും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നു, 2 പേരും മുസ്ലിമായി. എന്നിട്ട് അതിൽ നിന്നിട്ട് ഒരു വ്യക്തി 1 കൊല്ലം മുമ്പ് ഷഹീദായി. അതായത് 2ാമത്തെ വ്യക്തി മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ഒരാൾ ഷഹീദായി. ഇതിനിടക്ക് മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു അവരെക്കുറിച്ച് കിനാവിൽ അള്ളാഹു കിനാവ് കാണിച്ചു കൊടുത്തതായിരിക്കാം. തൽഹ കിനാവ് കാണുന്നു. സഹാബാക്കൾ കിനാവ് കാണുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിനാവ് പോലത്തെ പോയി കിനാവ് എന്നല്ലല്ലോ. പിന്നെ തൽഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് ടിക്കറ്റ്, ഭൂമിയിൽ നിന്ന് കിട്ടിയ 10 ആളെ പേര് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ആ തൽഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പോർക്കളത്തിൽ നിങ്ങളുടെ ദിവസമാണിതെന്ന് പറയുകയും സ്വർഗ്ഗ സന്തോഷവാർത്ത നൽകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്കേറ്റതായ സമയത്ത് റസൂലുള്ളാഹിയെ തൽഹ അവരുടെ മീതെ ഏറ്റിക്കൊണ്ടുപോയി പ്രയാസമില്ലാത്ത, പ്രശ്നമില്ലാത്ത, വിട്ടുനിൽക്കുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് കയറ്റി ഇരുത്തുകയും ചെയ്തത് മഹാനായ തൽഹയായിരുന്നു. അതിനിടക്ക് ധാരാളം പ്രയാസങ്ങൾ ആ തൽഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാവൽഭടനായി പ്രവർത്തിച്ച ആ ഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ സന്തോഷ വാർത്തയും നൽകിയിട്ടുണ്ട്. 10 സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയവരെന്ന് നാം പരിചയപ്പെടുത്താറുള്ളതായ ആ 10 ആളിൽ ഒരാളാണ് തൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കിനാവ് കാണുന്നു. കിനാവിൽ സ്വർഗമാണ് കാണുന്നത്, നമ്മെ പോലെയല്ല. കിനാവ് കണ്ടത് എന്താണ്? സ്വർഗം കിനാവിൽ കാണാണ്. അപ്പോൾ കിനാവിൽ സ്വർഗത്തെ അദ്ദേഹം കണ്ടപ്പോൾ ആ 1 കൊല്ലം മുമ്പ് ഷഹീദായ വ്യക്തിയേക്കാളും മുമ്പ് 1 കൊല്ലം ശേഷം മരിച്ചതായ മനുഷ്യൻ ആണ് സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കാനുള്ള ചാൻസ് ലഭിച്ചതായി കണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, റസൂലേ, ഞാൻ കിനാവ് കണ്ടു, കിനാബിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, അലൈസ ഹാദാ, ആ 1 കൊല്ലം ശേഷം ജീവിച്ച വ്യക്തിയല്ലേ ഖദ് സാമ ബഅദഹു റമളാൻ, ഒരു റമളാൻ കൂടി അദ്ദേഹം നോമ്പ് പിടിച്ചിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം ഷഹീദായി മരിച്ചെങ്കിലും ഇദ്ദേഹത്തിന് റമളാൻ കിട്ടിയില്ലേ? അതുപോലെ ധാരാളം നമസ്കാരങ്ങൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇദ്ദേഹം നോക്കിയില്ലേ? അതുകൊണ്ടായിരിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയുണ്ടായി. ഇതും സഹീഹായ ഹദീസാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ജാമിഅൽ 3316 നമ്പർ ഹദീസാണ്. എന്താ പറഞ്ഞു വന്നത്? റമളാൻ നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതുവരെ ജീവിച്ച് കിട്ടുകയാണെങ്കിൽ അത് മഹാഗനീമത്താണ്, മഹാഭാഗ്യമാണ്, മഹാനേട്ടമാണ്. അതിന് അല്ലാഹു നമുക്ക് ഇവർക്ക് തൗഫീഖ് നൽകട്ടെ. റമളാൻ വരെ ജീവിക്കാനും റമളാനെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ട അമൽ സാലിഹാത്തുകൾ ചെയ്യാനും അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. ചെയ്യേണ്ടതുപോലെ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കവി പറയുന്നു, യദല്ലദീ മാ കഫാഹു ദംബു ഫീ റജബി ഹത്താ അസാ റബ്ബഹു ഫീ ഷഹരി ശഅബാനി ലഖദ് അളല്ലക ശഹറുൽ സൗമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹറ ഇസ്യാനി. റജബ് മാസത്തിൽ തെറ്റ് ചെയ്തത് പോരാത്തതിന് ശഅബാനിലും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മാസത്തിലും മൂപ്പരെടുക്കൽ ചേഞ്ചൊന്നുമില്ല, തെറ്റോട് തെറ്റ്, ഇങ്ങനെ കൂമ്പാരമായി കൂട്ടന്നെ തെറ്റുകൾ. എന്നിട്ട് റമളാൻ വരുമ്പോഴും നീ അതേ മുമ്പുള്ളതായ മാസങ്ങൾ പോലെയാക്കി മാറ്റരുത് എന്ന് കവി പാടുന്നത് ഇന്നത്തെ യുഗത്തിലൊക്കെ റമളാൻ വരുമ്പോൾ പലരും കാട്ടുന്ന, പ്രത്യേകിച്ച് യുവാക്കൾ എന്താണ് കാട്ടുക? ഇപ്പോൾ ഗൾഫിൽ മാത്രമല്ല, ലോകത്തിൽ ആസകലം വ്യാപകമായിരിക്കുകയാണ്. ചിലപ്പോൾ രാത്രി ഹയാത്താക്കുന്നു എന്ന പേരിൽ രാത്രി ഹയാത്താക്കി കഴിഞ്ഞാൽ രാത്രി മുഴുവനും എന്താ ചെയ്യുക? പകല് നോമ്പ് പിടിക്കുമല്ലോ, നോമ്പ് ശുദ്ധിയാക്കുമല്ലോ, എന്തിനെ തെറ്റുകളെ. അതുകൊണ്ട് ഫിലിമൊക്കെ കാണാം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, എന്ത് റമളാൻ വരുമ്പോൾ സ്പെഷ്യൽ ഫിലിം,
സ്പെഷ്യൽ മുമ്പില്ലാത്തതായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എന്തിന് ഈ മാധ്യമങ്ങൾക്കൊക്കെ എല്ലാ അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ മറ്റു കാലങ്ങളിൽ ഇല്ലാത്ത രൂപത്തിലുള്ളതായ സ്പെഷ്യൽ പുതിയ പുതിയ പടങ്ങളും ഫിലിമുകളും നോവലുകളും കഥകളൊക്കെയാണ് റമദാനിൽ ഉണ്ടാവാറുള്ളത്. അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആര്? അറിവില്ലാത്തവർ. ആര്? റമദാനിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാത്തവർ. ആര്? അള്ളാഹ് പറഞ്ഞതായ യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് മറ്റുള്ള കാലഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ ശിക്ഷയുടെയും ഇടയിൽ നീ വിലങ്ങുതടി ഉണ്ടാക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നരക അഗ്നിയിൽ നിന്നിട്ട് നീ അതിനൊരു തടസ്സമുണ്ടാക്കലാണ് തഖ്വ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലൊരർത്ഥം. അപ്പോൾ ആ തഖ്വ നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റമദാൻ വന്നു കഴിയുമ്പോൾ റമദാൻ പകലും റമദാൻ രാത്രിയും ഒരുപോലെ ഭയപ്പെടും അള്ളാഹുവിനെ. ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് റമദാൻ മാസത്തിന് ആ സകലം ബഹുമതിയും ബഹുമാനവും നൽകണമെന്ന ആ തത്വത്തിലേക്ക് എത്താൻ നമ്മെ പ്രേരിപ്പിക്കും. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. റമദാൻ രാത്രിയിൽ എന്തും കാട്ടാം, പകലിലാകുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാം. നോമ്പ് പിടിച്ചാലും ഇപ്പോഴോ ഈ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കാണുന്നത് നോമ്പ് പിടിക്കുന്നവർ തന്നെ നോമ്പ് പിടിച്ചുറങ്ങലാണ്, നോമ്പ് ഉറക്കാക്കി മാറ്റലാണ്. എന്ത്? ഈ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി, ദാഹം അറിയാതിരിക്കാൻ വേണ്ടി നീണ്ട ഉറക്കം. ഏതുവരെ? ആരെങ്കിലും ഉണർത്തിയില്ലെങ്കിലും നോമ്പ് തുറക്കാൻ വരെ ഉണരൂല. പിന്നെ ഇടയിൽ നമസ്കാരമുണ്ട് എന്നതും നമസ്കാരം വിട്ടുപോകുന്നുണ്ട് എന്നതും അതൊന്നും ശ്രദ്ധയിൽപ്പെടാറില്ല. എന്തേ? അവരുടെ കൂടെ ഹദീസുണ്ട്. എന്താണ്? ഉറക്കം അത് ഒഴിവ് കിഴിവാണ്. എന്തിനുള്ള? നമസ്കാരം ഉപേക്ഷിക്കാനുള്ള. അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല നീ പറഞ്ഞത്. ഉറങ്ങിയിട്ട് ഉറക്കം എതിരാണെന്ന് പറയലല്ല. ഉറങ്ങുമ്പോൾ ഉണരാനുള്ള മാധ്യമം ഉണ്ടാക്കി വെക്കുക, എന്നിട്ടാ ഉറങ്ങേണ്ടത്. എപ്പോൾ ഉണരാൻ? നിസ്കരിക്കാൻ ഉണരാൻ. എന്ത്? അള്ളാഹു തീർത്ത് പറഞ്ഞതാണ്, ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. കൃത്യമായി നിർണയിക്കപ്പെട്ട ടൈം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാധനമാണ് നമസ്കാരം. ഇഷ്ടാനുസരണം നമസ്കരിക്കാനുള്ളതല്ല എന്ന് ഇത് അള്ളാഹ് തീർത്ത് പറഞ്ഞതാണ്. അതിന് മാറുകാട്ടുന്നവരാണ് എന്ത്? നമസ്കാര സമയത്ത് ഉറങ്ങുന്നവർ. നമസ്കാര സമയത്ത് ഉറങ്ങുന്നവരെ കുറിച്ച് സഹീഹായ ഹദീസിൽ നാം പലപ്പോഴും കേട്ടതാണ്. തലയിലേക്ക് ഇടി കൊള്ളും. ഏതുവരെ? കല്ലുകൊണ്ടാണ് ഇടി. കല്ലുകൊണ്ട് ഇടിക്കുമ്പോൾ എറിയുമ്പോൾ തമരും, തെരിപ്പണമാകും. എന്നിട്ട് വീണ്ടും മടങ്ങും തല, വീണ്ടും തമരും, തെരിപ്പണമാകും, വീണ്ടും മടങ്ങും. ഇത് ബർസഖി ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? നമസ്കാര സമയത്തിൽ കിടന്നുറങ്ങിയവർ. ഏത് നമസ്കാരമായിരുന്നാലും വിരോധമില്ല. പിശാചിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, അലൈക ലൈലുൻ തവീൽ, നീണ്ട രാത്രിയുണ്ട്, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മെ പിടിച്ച് ഉറക്കും, നമ്മുടെ തല പൊക്കാൻ വിടൂല എന്നൊക്കെ രാത്രിയുള്ള ഉറക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നങ്ങനെയല്ല. ഇപ്പോൾ റമദാനായി കഴിഞ്ഞാൽ രാത്രി പകലാക്കി മാറ്റും. രാത്രി എന്തിനാണ്? ഖിയാമുൽ ലൈലിനല്ല ഉറക്കം ഒഴിച്ചത്, മറിച്ച് വിനോദാഭാസങ്ങൾക്ക് വേണ്ടി, ആ പുതിയ ഇറങ്ങിയ ഫിലിംസുകളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ പകലിൽ ആ വീട്ടുകാരൊക്കെ നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നോക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കാരണം ഭക്ഷണം കിട്ടൂല. അത് കാരണത്താൽ നിർബന്ധിത അവസ്ഥയിൽ നോമ്പ് നോക്കേണ്ടി വരുന്നു. അപ്പോഴോ ആ നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി നോക്കിയതല്ലല്ലോ, അതുകൊണ്ട് നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, കിടന്നുറങ്ങേണ്ടി വരുന്നു. അപ്പോൾ നമസ്കാരവും കബായിർ ചെയ്യുന്നു. കബായിർ ഈ നോമ്പ് കൊണ്ട് തന്നെ സലവാത്തുൽ ഖംസ് റമദാനു ഇലാ റമദാൻ, അതിനെക്കുറിച്ചൊക്കെ റസൂൽ എന്താ പറഞ്ഞത്? അതൊക്കെ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, അതിനിടക്കുള്ളതായ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതാണ്. ഷർത്ത് എന്താണ്? ഇദജ്തുനിബത്തിൽ കബായിർ, വന്തോഷങ്ങൾ വിട്ടുനിന്നാൽ. അപ്പൊ നിസ്കാരം അതിന്റെ സമയം നിസ്കരിച്ചില്ലെങ്കിൽ വന്തോഷമായി മാറുന്നു. റമദാനിൽ വന്തോഷം ചെയ്യുന്നവരുടെ സ്ഥിതി സുബ്ഹാനല്ലാഹ്, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ സംഭവിക്കാറുണ്ട്. റമദാൻ ആയി കഴിയുമ്പോൾ ഉച്ചക്കത്തെ ക്ലാസ്സിനൊക്കെ ചിലപ്പോൾ ആൾക്കാരെ കിട്ടാറില്ല, ആൾക്കാർ കുറയും. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പകല് ഉറങ്ങിപ്പോകലാണെന്നാണ് മറുപടി. ഉറങ്ങിപ്പോകലാണെന്ന് അല്ല, ഉറങ്ങാൻ പാടില്ല. പിന്നെയോ ഇപ്പോൾ നിസ്കാരമുണ്ട്, അല്പസമയം കഴിഞ്ഞാൽ നിസ്കാരമുണ്ട് എന്ന് കണ്ടാൽ അവൻ ഉണർന്ന് ഉറങ്ങാതെ ഇരുന്ന് കാക്കണം. അവൻ ആ നമസ്കാരത്തിൻ്റെ പ്രത്യേകത അറിയുകയാണെങ്കിൽ
എന്നിട്ട് നിസ്കരിച്ചുറങ്ങിയാൽ മതി. പകലുറങ്ങൽ ഇസ്ലാമിൽ പാടില്ല എന്നോ, റമദാനിൽ പകലുറങ്ങൽ പാടില്ല എന്നോ, നോമ്പ് പിടിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞത്. നോമ്പ് നോറ്റ് കഴിയുമ്പോൾ ആ നോമ്പ് കൊണ്ടുള്ള ആസ്വാദനം ലഭിക്കാൻ വേണ്ടി നോമ്പ് നോറ്റിട്ട് പകൽ സമയത്ത് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഭയപ്പെട്ട് ജീവിക്കാൻ, പലതും കാണുമ്പോൾ കാണാൻ പാടില്ലാത്തത്, പലതും കേൾക്കുമ്പോൾ കേൾക്കാൻ പാടില്ലാത്തത്, അതൊക്കെ നോമ്പ് പിടിച്ചിട്ടത് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതാകുന്ന ആസ്വാദനമുണ്ട്, അതിൻ്റെതാകുന്ന പ്രതിഫലവുമുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുകയാണ് ആർക്ക്? നോമ്പ് നോറ്റിട്ട് പകൽ മുഴുവനും ഉറങ്ങിക്കൂട്ടുമ്പോൾ. ആ പ്രവർത്തനം ഒഴിവാക്കണം. അപ്പോൾ റമദാനിനെ സ്വീകരിക്കാനുള്ള പക്വതയും പാകതയും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ റമദാനിന് മുമ്പ് തന്നെ നാം ഒന്നുകൂടി ചെയ്യുക. എന്ത്? റമദാൻ വന്നു കഴിയുമ്പോൾ അള്ളാഹുവിന് ഹൃദയം നിറയെ അൽഹംദുലില്ലാ എന്ന അനുഗ്രഹം, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. എന്നിട്ട് അത് അമലിലൂടെ ശുക്ർ പ്രകടിപ്പിക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. അതിന് നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചതായ വിശാലമായ അനുഗ്രഹം, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിനെ കുറിച്ചും റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിനെ കുറിച്ചൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ കളമൊരുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹു നമുക്ക് വേണ്ടിയാണ് ഈ കളമൊരുക്കിയത്. നമുക്ക് വേണ്ടി അള്ളാഹ് കളമൊരുക്കുകയാണ്. നമ്മെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലെ നമ്മെ അതിൽ ഉൾക്കൊള്ളിക്കുവാനും അതുകൊണ്ട് നമ്മെ കൊണ്ട് ആസ്വദിപ്പിക്കുവാനും അതിലൂടെ നമ്മുടെ ദോഷങ്ങളെ, പാപങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുവാനും ഇതൊക്കെ അള്ളാഹു നമുക്ക് കളമൊരുക്കി തന്നതായ വേദികളാണ്. ഇതൊക്കെ നാം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഇനങ്ങളിൽപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത്. എന്താണ്? സ്വർഗത്തിൻ്റെ വാതിലുകൾക്ക് തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾക്ക് അടക്കപ്പെടും, പിശാചുകൾ അറസ്റ്റ് ചെയ്യപ്പെടും. എന്തിനാ പിശാചിനെ അറസ്റ്റ് ചെയ്യുന്നത്? നമ്മെക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വേദി നമുക്കുണ്ടാക്കി തരാനാണ്. അപ്പോൾ നാം എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കണം അള്ളാഹുവിന്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഈ വേദി ഉണ്ടാക്കി തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു ചെയ്യുന്നത്. ഏത് വേദി? പിശാച് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ശഹ്വത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നാം പറയാറുണ്ടല്ലോ, മലക്കുകൾ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ എന്ന പ്രത്യേകത അവർക്ക് എന്തുകൊണ്ട് ലഭിച്ചു? അവർക്ക് ശഹ്വത്തില്ല. മലക്കുകൾക്ക് ശഹ്വത്തില്ല. തിന്നണമെന്ന ബോധിയില്ല, തിന്നൂല. കുടിക്കണമെന്ന് ബോധിയില്ല, കുടിക്കൂല. സംയോഗം ചെയ്യണമെന്ന് ബോധിയില്ല, അതുമില്ല. അപ്പോൾ എന്തില്ല? അവർക്ക് ശഹ്വത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ വിപരീതം പ്രവർത്തിക്കുക തന്നെ ഇല്ല. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മലക്കുകളെ കുറിച്ചൊക്കെ ഇസ്രായേലീസൊക്കെ പറയാറുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇസ്രായേലിസമാണ്. മലക്കുകൾ ഒരിക്കലും ഖുർആൻ തീർത്ത് പറഞ്ഞതാണ് തെറ്റ് ചെയ്യുന്നവരെ അല്ല. തെറ്റ് അവരിൽ നിന്നിട്ട് വരികയുമില്ല, വരാൻ പാടുള്ളതുമല്ല. അവരെ അള്ളാഹ് അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അത് അള്ളാഹു പലയിടങ്ങളിലും ഖുർആൻ പറഞ്ഞ ശൈലിയാണ്. എന്നാൽ ഈ മലക്കുകൾ എന്തുകൊണ്ട് തെറ്റ് അവരിൽ നിന്നിട്ടുണ്ടാകുന്നില്ല? അവർക്ക് ശഹ്വത്തില്ല. നമുക്കോ ശഹ്വത്തുണ്ട്. നമ്മുടെ കൂടെ ആഗ്രഹങ്ങളുണ്ട്. തിന്നണമെന്ന ആഗ്രഹം, കുടിക്കണമെന്ന ആഗ്രഹം, അതുപോലെ തന്നെ കല്യാണം കഴിച്ചവരെ സംബന്ധിച്ചിടത്തോളം സമ്പർക്കം പുലർത്തണമെന്ന ആഗ്രഹം. ഇതൊക്കെ മനുഷ്യ സഹജമായി അള്ളാഹ് സൃഷ്ടിച്ചു വിട്ടതായ ഒരു തബീഈ പ്രകൃതിയാണത്. അത് ഉള്ളത് കൊണ്ട് തന്നെ കവി പറഞ്ഞത് നാം പറയാറുണ്ടല്ലോ, നാം നേരത്തെ പറഞ്ഞ കവിത പോലെ തന്നെ, ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ലി അജ്ലി ശഖാവതി വഅനായി. ഏതൊക്കെയാണ് 4 എണ്ണം? എന്നെ പരീക്ഷിക്കപ്പെട്ടു 4 കാര്യത്തിലൂടെ. ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ലി അജ്ലി ശഖാവതി വഅനായി ഇബ്ലീസു വദ്ദുനിയ വനഫ്സി വൽഹവ കൈഫൽ ഖലാസു വകുല്ലുഹും അഅദായി. അതിന്റെ അർത്ഥം എൻ്റെ വലിയ ശത്രുക്കൾ 4 എണ്ണമാണ്. ഒന്ന് ഇബ്ലീസ്, അവസാനം പറയാം അവനെക്കുറിച്ച്. അതാണ് നമ്മുടെ വിഷയം. വദ്ദുനിയ, നമ്മുടെ ഈ ദുനിയാവുണ്ടല്ലോ, നാം ജീവിക്കുന്ന ദുനിയാവ്, ഈ ദുനിയാവ് നമ്മെ വഞ്ചിക്കുന്ന ഗുറൂറിൻ്റെ നാടാണിത്, വഞ്ചനയുടെ നാടാണത്. ഖുർആൻ പറയാണത്. ദുനിയാവ് ഗുറൂറിൻ്റെ വഞ്ചനയുടെ നാടാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒനഫ്സി, എൻ്റെ ശരീരം, വൽ ഹവ, ദേഹയിച്ച ശരീരം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ ശരീരത്തെ ഈ ഇബ്ലീസ് എന്ന് പറയുന്ന സാധനം നമ്മെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇബ്ലീസ് കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ 3 കാര്യങ്ങളും നമുക്ക് വിലങ്ങതടിയായി അല്ലെങ്കിൽ തടസ്സമായി മാറുക. എന്തിന്? അള്ളാഹുവിൻ്റെ മുമ്പിൽ തഖ്വ സമർപ്പിക്കുന്നതിന് തടസ്സമായി മാറുക. അതിന് കൺട്രോൾ ചെയ്യാൻ ഇബ്ലീസ് ഇല്ലെങ്കിൽ വളരെ ഈസിയാണ്. അതുകൊണ്ട് നോക്കുക, നാം റമദാനായി കഴിഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്, നിലാവ് കണ്ടു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ തന്നെ നാളെ മുതൽ റമദാനാണെന്ന് എന്നുള്ള വാർത്ത പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ജീവിത രീതി മാറി, ജീവിതശൈലി മാറി, നമ്മുടെ ജദുവൽ മാറി, നമ്മുടെ ടൈം ടേബിൾ മാറി, എല്ലാം മാറി. ഇത് റമദാൻ അല്ലാത്ത ഏതെങ്കിലും ഒരു മാസത്തിൽ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ കൊണ്ട് സാധിക്കുമോ? ഒന്നും രണ്ടോ അല്ലല്ലോ, മില്യൺ മുസ്ലിങ്ങൾ മാറ്റാണ്, ജീവിത രീതി മുഴുവൻ മാറ്റാണ്. എങ്ങനെയാണ് മാറിയത്? ഈ സാധനം ഇല്ല. ഏത് ഈ പ്രേരിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, മൂപ്പര് അറസ്റ്റിലാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ എല്ലാ കൊല്ലവും പറയാറുണ്ട്. റമദാൻ അവസാനിച്ച് പെരുന്നാൾ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ഇശ നിസ്കാരത്തിന് തന്നെ ആള് കുറയാൻ തുടങ്ങി. സുബഹി നിസ്കാരത്തിന് പിന്നെ ആരുമില്ല. ഇന്നലെ വരെ സുബഹി നിസ്കരിച്ചതായ ആ നോമ്പുകാരൻ സുബഹി നിസ്കരിക്കാൻ ഹറമിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എത്തൽ എല്ലാരെ കുറിച്ചല്ല, അങ്ങനെയുണ്ട് മനുഷ്യന്മാർ, ധാരാളമുണ്ട് അങ്ങനെയുള്ളവർ. എന്തേ കാരണം? പള്ളിയിൽ നിറയെ ആളായിരുന്നു. ചില പള്ളികളിലൊക്കെ ഹൗസ് ഫുൾ, മുഴുവനായി ജനങ്ങൾ, എന്നിട്ട് പുറത്ത് നിസ്കരിക്കലാണ് റമദാൻ ആകുമ്പോൾ. എത്രയോ നാടുകളിൽ നാം കാണാറുള്ളതാണ്. റമദാൻ കഴിയുമ്പോൾ ഈ ബള്ളൂനിലുള്ളതായ കാറ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നിട്ട് ഒഴിവാകുന്നത് എന്നതുവരെ പള്ളി ഒന്നും ഒഴിവാവല, പള്ളി ഖാലിയാവല. ഒരു 20-30 സഫിൽ നിന്നിട്ട് പെട്ടെന്ന് 3-4 സഫായി മാറും. എന്തേ? സാധനം പുറത്തിറങ്ങി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? പിശാചികളെ അള്ളാഹു അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പിശാചി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അള്ളാഹു പറയുന്നു ഖുർആനിൽ, എന്ത്? ഇന്ന കൈദ ശൈത്താനി കാന ദഈഫാ. പിശാചിന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ശേഷികെട്ടതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ കീഴടക്കാൻ മുസ്ലിമിന് വളരെ ഈസിയാണ്. കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, അലം തറ അന്ന അർസൽന ശയാതീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. ഖുർആൻ പറയാണ്, അലം തറ അന്ന അർസൽന ശയാതീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. നീ കാണുന്നില്ലേ സത്യനിഷേധികളുടെ മുമ്പിലേക്ക് നാം എങ്ങനെയാണ് പൈശാചിക ആ ശല്യത്തെ അവരിലേക്ക് അഴിച്ചുവിട്ടത്? അവരെ പിടിച്ച് കിളിക്കുന്നു, അവരെ കൊണ്ട് ഡാൻസ് ആടിപ്പിക്കുന്നു, അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് അള്ളാഹുവിനോട് പോരാടാനുള്ളതായ ഉന്മേഷം അവർക്ക് ഉണ്ടാക്കി തീരുന്നു. അതാർക്കാണ്? സത്യനിഷേധികൾക്കാണ്. സത്യവിശ്വാസികൾക്കോ അല്ല. സത്യവിശ്വാസികൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഉടനെ തന്നെ അവൻ നമുക്ക് അവൻ്റെ ശല്യത്തിൽ നിന്നിട്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് കാവൽ വരുന്നു. അവനെ ഒഴിവാക്കാൻ, അവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കാം കവി പറഞ്ഞത്, വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി ഫഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹളാക നുസ്ഹ ഫത്തഹിമി. എന്താ കവി പറയുന്നത്? ഒന്നഫ്സു കത്തിഫിലി, മനുഷ്യ ശരീരം കുഞ്ഞോമന പൈതലുകൾ, ചെറിയ പ്രായമുള്ള കുട്ടികളെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, കുട്ടിയെ നീ വിട്ടുകഴിഞ്ഞാൽ, എന്തിന്? മുല കുടിക്കാൻ. കുട്ടിപ്രായത്തിൽ മുലയൂട്ടുന്ന സമയത്ത് മുല കുടിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അവൻ നിന്ന് കുടിക്കും. മുലകുടി ഉമ്മ സ്റ്റോപ്പാക്കാതെ ചെന്യായമോ മറ്റോ പുരട്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് കുട്ടിയെ മുലപ്പാലിൽ നിന്നിട്ട് ദൂരപ്പെടുത്താതെ കുട്ടിയോട് കുടിക്കാൻ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടി 10 വയസ്സായാലും കുടിക്കും, 4 വയസ്സായാലും കുടിക്കും, നിർത്തൂല. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യ ശരീരം എന്നാണ്. വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി. നീ എപ്പോഴാണ് മുലകുടി വേണ്ടാന്ന് വെക്കുന്നു, അപ്പോൾ നിനക്ക് കുട്ടിയെ മുലയിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ സാധിക്കുന്നു. എന്നതുപോലെ നമ്മുടെ ശരീരത്തെ പിശാചോ അല്ലെങ്കിൽ ഏത് ശക്തിയോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നില്ല ടാക്കീസിലേക്ക്, വലിച്ചു കൊണ്ടുപോകുന്നില്ല തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും നടക്കുന്നതായ വേദികളിലേക്ക്, കള്ള് ഷാപ്പിലേക്ക്, തെറ്റായ മാധ്യമങ്ങളിലേക്ക്, തെറ്റായ റൂട്ടുകളിലേക്ക് ഒരിക്കലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാറില്ല. വെറും അള്ളാഹ് പറയാണ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസിന്റെ വസ്വാസ് വരലാണ്, തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറയാൻ കാരണം എന്ത്? ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ.
പിശാചിന്റെ കുതന്ത്ര മന്ത്രതന്ത്രങ്ങൾ വളരെ ശേഷികെട്ടതാണ് സത്യവിശ്വാസിയുടെ മുമ്പിൽ. അതുകൊണ്ട് കവി പറയുന്നു, എന്ത്? നീ ആ ശരീരത്തിന്റെ ഹവേ, നഫ്സിന്റെ ഹവേ, അതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു കളയുക. എന്നിട്ടോ ഇന്നൽ ഹവ മാതവല്ല യുസ്മി ഔ യുസ്മി, ഈ ദേഹേച്ഛയ്ക്ക് നാം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മെ കുരുടനാക്കി മാറ്റും, നമുക്കൊന്നും കാണൂല. ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തെറ്റ് ചെയ്യാൻ പ്രയാസം തോന്നും. സത്യവിശ്വാസിയാണെങ്കിൽ തന്നെ ഒന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാതിൽ അവനിങ്ങനെ തുറന്ന് ആ നഫ്സിനെ അതിലേക്ക് പ്രേരിപ്പിച്ച് അവസാനം കുരുടനായി മാറും. എന്തിൻ്റെ മുമ്പിൽ? സത്യത്തിൻ്റെ മുമ്പിൽ. എത്ര തന്നെ വാത് കേട്ടാൽ, എത്ര തന്നെ ഉപദേശം കേട്ടാൽ, എത്ര തന്നെ സത്യം കേട്ടാൽ ഈ കാതിൽ കൂടി കടക്കുന്നത് മറ്റേ കാതിൽ കൂടി പുറപ്പെടുമെന്നല്ലാതെ അത് കയറി ഹൃദയത്തിൽ കടക്കൂല. അത് പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടുവരാൻ അവനെ പ്രേരിപ്പിക്കുകയും ഇല്ല. ആ ഇനത്തിൽ നാം ആരെയും നമ്മുടെ നഫ്സിനെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അതെ, അപ്പോൾ നാം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ വരുമ്പോൾ നമുക്ക് വേണ്ടി കളമൊരുക്കുന്നു. എന്തിനാണ്? നാം നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉള്ളതായ വീഴ്ച അത് ഇല്ലാതെയാക്കാൻ നമ്മെ അള്ളാഹു പ്രേരിപ്പിക്കുന്ന ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നതിൻ്റെ കീഴിൽ നമ്മുടെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ശർഹ് എഴുതുകയാണ്. എന്തുകൊണ്ട് തുറക്കപ്പെടും? സ്വർഗത്തിലേക്ക് കയറുന്നതായ അമലുകൾ വർദ്ധിക്കും. സ്വർഗത്തിലേക്ക് കയറുന്ന അമലുകൾ വർദ്ധിക്കും റമളാനിൽ. മനസ്സിലായില്ലേ? നരകത്തിൻ്റെതോ? നരകത്തിന് പൂട്ടപ്പെടുമെന്തേ? നരകത്തിലേക്ക് പോകുന്നതായ അമലുകൾ കുറയും റമളാൻ ആകുമ്പോൾ. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് മാത്രമല്ല, ഹൂറുല്ലീങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു രംഗമൊക്കെ ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. അത് ചില ഹദീസുകളിൽ ചർച്ചയുമുണ്ട്. അങ്ങനെയുള്ള ഈ വിശുദ്ധ റമളാനിൽ ഈ ഒരുക്കങ്ങൾ, ഈ തയ്യാറെടുപ്പുകൾ എന്തിനാണ്? നമ്മുടെ അമലുകൾ വർദ്ധിക്കുന്നത് കൊണ്ടും നമ്മുടെ അമലുകളെ സ്വീകരിക്കാൻ വേണ്ടിയും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നിട്ട് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ആയത്ത് നിങ്ങൾ അല്പം മുമ്പ് കേട്ടല്ലോ. ആ മുത്തഖീങ്ങളുടെ അമലുകൾ ഇവിടുന്ന് കയറുമ്പോൾ അതിനായി അവിടെ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, അല്ലെങ്കിൽ കോടാനകോടികൾ, നമുക്കറിയുകയില്ല എണ്ണം. അള്ളാഹു പറഞ്ഞല്ലോ, ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവരുടെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അത്രയും കൂടുതലാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. ആ മലക്കുകളൊക്കെ അള്ളാഹു ഇതിനു വേണ്ടി തയ്യാർ ചെയ്തു വെച്ച, ഇതിനു വേണ്ടി അവർക്ക് ഡ്യൂട്ടി കൊടുത്ത ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് ഈ അമൽ സാലിഹാത്തുകളെയൊക്കെ കയറ്റുന്നതും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതും വാതിലുകളെ തുറന്നു വെക്കുന്നതും സ്വർഗത്തിൻ്റെ വാതിലുകളെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് റസൂലുള്ളാഹി അറിയിച്ചിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് വഹിയിലൂടെ. ഈ അള്ളാഹിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള കളമൊരുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീഴ്ചയും വരുത്തുന്നില്ല. അതുകൊണ്ട് അടിമകളെ, നിങ്ങൾ വീഴ്ച നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് വരുത്തരുത്. അതുകൊണ്ട് യാ ബാഗിയ ശർ അഖ്സിർ, ഷർറ് ആഗ്രഹിച്ചു നിൽക്കുന്നവരെ, ഷർറ് ചെയ്യാൻ. അതേ, റമളാനിന് മുമ്പ് ഇബ്ലീസ് ട്രെയിനിങ് നൽകിയ വിഭാഗം, ഇബ്ലീസ് അവനോട് തൽക്കാലം യാത്ര പറഞ്ഞാലും മൂപ്പര് മുമ്പ് ട്രെയിനിങ് നേടിയതായ കാര്യങ്ങൾ മൂപ്പരുടെ ഇബ്ലീസിൻ്റെ പ്രതിനിധിയായിട്ട് റമളാനിൽ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? റമളാനിൽ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ, ഓ ഇവർ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇവർ നിസ്കരിക്കാത്തവരുണ്ടല്ലോ എന്ന് പറയരുത്. എന്ത്? ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും ആ ചെയ്യുന്നവരെ എന്തുകൊണ്ട് ചെയ്യുന്നു? അവർക്ക് മുമ്പേ ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ് അനുസരിച്ച് അവർ മനുഷ്യൻ തന്നെ പിശാചായി. മനുഷ്യന്മാരിലും പിശാചുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ജിന്നിൽ നിന്നിട്ട് മനുഷ്യന്മാരിൽ നിന്നിട്ട് പിശാചുണ്ട്. മനുഷ്യന്മാരിലുള്ള പിശാചാണ് ഏത്? റമളാനിലും ഹിദായത്തിലേക്ക് വരാത്തവൻ, റമളാനിലും അള്ളാഹനെ ഭയപ്പെടാത്തവൻ, റമളാനിലും തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടാത്തവൻ, അവനെ കുറിച്ചാണ് റസൂൽ പറയുന്നത്. എന്ത്? യാ ബാഗിയ ശർ, പറയപ്പെടും അള്ളാഹന്റെ ഭാഗത്തിൽ നിന്നിട്ട് തെറ്റുദ്ദേശിക്കുന്നവരെ അഖ്സിർ, ഷോട്ടാക്കൂ, നീ ഇനിയെങ്കിലും ഷോട്ടാക്കൂ എന്ന് അവിടുന്ന് വിളിച്ച് പറയുമെന്നതാണ്. അതെ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ അള്ളാഹു ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്നതാണ് പറഞ്ഞു വന്നത്. നോക്കുക, ധാരാളം പ്രത്യേകതകൾ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന കൂട്ടത്തിൽ വല ഖലൂഫു ഫമിസ്സായിമി, നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹ് ചേഞ്ച് ചെയ്യാണ്. നാം മറ്റുള്ള ചേഞ്ചുകൾ കേട്ടു. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടു, പിശാചികളെ, അവരുടെ പോക്കരികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ വേദിയൊക്കെ ഒരുങ്ങി അമൽ സാലിഹാത്ത് ചെയ്യാൻ. എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരം ദാഹിക്കുമ്പോഴും വിശപ്പുണ്ടാകുമ്പോഴും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വായയിൽ നിന്നിട്ട് വരുന്നതായ ആ വാസന, അത് മനുഷ്യന്മാരുടെ ഇടയിൽ ദുർഗന്ധമുള്ള വാസനയായിരിക്കാം.
അത് യഥാർത്ഥത്തിൽ ആ വാസന ഉടലെടുക്കുന്നത് പള്ളയിൽ നിന്നിട്ടുള്ളതായ വാസനയാണ്. എന്ത് കാരണത്താൽ? വിശപ്പ് കാരണത്താൽ. അതുകൊണ്ട് തന്നെ വല ഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരൻ്റെ പവായയിൽ നിന്നിട്ട് പുറപ്പെടുന്നതായ ആ ഖലൂഫ്, ആ വാസന അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ വാസനയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ മെച്ചപ്പെട്ട നല്ല വാസനയാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെ, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ സ്വർഗത്തിലൊക്കെ അത്ഭുതപ്പെടുന്നതാണ് ഈ മീതെ കയറുന്നതായ നോമ്പ് പിടിച്ചത് കാരണത്താൽ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന അവരുടെ വായിൽ നിന്നിട്ട് പുറപ്പെടുന്ന വാസനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടരുത്. കാരണം നമുക്ക് ശുഹദാക്കളെ കുറിച്ച് കേട്ടിട്ട് പരിചയമില്ലേ? സഹീലാണ് ശുഹദാക്കൾ നമ്മുടെ മുമ്പിൽ ചോര ഉത്തിയൊലിക്കുന്നു അവരിൽ നിന്നിട്ട്. പരലോകത്ത് വരുമ്പോൾ അതേ ചോരയുമായിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഷഹീദായതെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ശരീരത്തെ ആഹൂതി ചെയ്തതെങ്കിൽ അവരുടെ ആ ചോര പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളവരൊക്കെ അത്ഭുതപ്പെടും. പരലോകത്തിലുള്ളവര് എന്താ ഈ വാസന, എവിടുന്ന ഈ വാസന? അവരുടെ ചോരയിൽ നിന്നുള്ള വാസനയാണ്. ഏത് ചോര? അള്ളാഹ്ക്ക് വേണ്ടി ഒലിപ്പിച്ചതായ ചോര. ഈ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി കുത്തി ഒലിപ്പിച്ച ചോര അവിടെ നല്ല സുഗന്ധവാസനയായി മാറുമെന്നാണ്. അതുപോലെ ഹജ്ജിനെ കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ. എന്താണ് ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്? യുബാഹി ബികുമുൽ മലായിക. ആര്? അല്ലാഹ്. ആരെ കുറിച്ചാണ്? ജാഊനി, അജ്മാരി എൻ്റെ അടുക്കലേക്ക് വന്നു. ശുഅ്സൻ ഖുബ്റാൻ, കോലം കേട്ടില്ലേ? ശുഅ്സൻ ഖുബ്റാൻ. ശുഅ്സൻ ഖുബ്റാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗെറ്റപ്പ് ഒന്നും ഇല്ലാതെ കുറേ ദിവസമായി ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ മാത്രം, അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞ ശൈലി, ചിലപ്പോൾ ദുർഗന്ധമൊക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാവാം, വേർപ്പൊക്കെ ഇങ്ങനെ ഒലിക്കാം, പ്രയാസപ്പെട്ട സമയമാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അത്തർ പൂശൽ ഹറാമാണ് അവർക്ക്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അല്ലേ? അത്തർ പൂശൽ ഹറാമാണ് അവർക്ക് ഈ 3 ദിവസം 4 ദിവസം. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തിൻ്റെ രൂപം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, വാസനയുടെ രൂപം പറഞ്ഞറിയിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വേറെ വിലയാണുള്ളത്. റസൂല് പറയുന്നു യുബാഹീബിക്കും, അള്ളാഹു അവരെക്കുറിച്ച് അഭിമാനം പറയുന്നതാണ് മലക്കുകളോട്. കണ്ടില്ലേ, ഇവര് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, എൻ്റെ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട്, എൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന വരവേൽപ്പ് കണ്ടില്ലേ? അവരാണെങ്കിൽ മുടിചട കെട്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ യാത്രയിൽ മുഴുകിയവരാണ്. അതുകൊണ്ട് ഗെറ്റപ്പുള്ള വസ്ത്രം ധരിക്കാത്തവരാണ്, മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരാണ്. ഇതെല്ലാം ഉള്ളതോടുകൂടി അവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരെ കൊണ്ട് മലക്കുകളോട് അവരുടെ മുമ്പിൽ അഭിമാനം പറയുന്നു എന്നാണ് സഹീഹായ ഹദീസിൽ, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാം പഠിച്ചത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ തെളിവാണ്. എന്ത്? റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ അവരുടെ തൊള്ളയിൽ നിന്നിട്ട് വരുന്ന വാസന അള്ളാഹുവിൻ്റെ അടുക്കൽ മിസ്കിനേക്കാളും. അപ്പോൾ ശരീരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് അള്ളാഹിൻ്റെ വീക്ഷണത്തിൽ ചെയ്യുന്നതായ ഒരു രംഗമാണ് റമദാൻ. പിന്നെ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ വന്നു കഴിയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അതിൻ്റെ ഇടയിലുള്ള ദോഷങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഇദജ്തുനിബത്തിൽ കബായിർ, വൻദോഷം വിട്ടു നിൽക്കുകയാണെങ്കിൽ. വൻദോഷത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് ഞാൻ ചെയ്യരുത്, അരുത്, പ്രവർത്തിക്കരുത് എന്ന് വിരോധിക്കുന്ന വൻദോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ, വൻദോഷങ്ങൾ നിങ്ങൾക്കറിയാം. വൻദോഷങ്ങൾ വഈദ് കൊണ്ട് അള്ളാഹ് ആക്ഷേപാർഹമായ ശൈലിയിൽ, റസൂൽ ആക്ഷേപാർഹമായ ശൈലിയിൽ സംസാരിച്ച് എന്ത് തെറ്റുണ്ടോ അതെല്ലാം വൻദോഷമാണ്. മനസ്സിലായില്ലേ? അതെല്ലാം വൻദോഷമാണ്. അങ്ങനെയുള്ള വൻദോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് പറയാണ് 7-നേക്കാൾ 70-ലേക്കാണ് അടുത്തത്. 7-നേക്കാൾ 70-ലേക്കാണ് അടുത്തത് എന്ന് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. 7 മാത്രമേ വൻദോഷമുള്ളൂ. സബഉൽ മൂബിഖാത്ത് എന്ന പേരിലാണ് ഹദീസിൻ്റെ ഭാഷയിൽ അതിനെ നമുക്ക് റസൂൽ പരിചയപ്പെടുത്തി തന്നത്. ആ സബഉൽ മൂബിഖാത്ത് മാത്രമാണ് വൻദോഷം എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, അറിവില്ലാത്തവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുകയാണ്, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ 7-നേക്കാളും 70-ലേക്ക് അടുത്തതാണ്. കാരണം കബായിറുകളെ കുറിച്ച് എഴുതിയതായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ 100ഓളം കബായിറുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, 100ഓളം വൻദോഷങ്ങളെ എഴുതിയിട്ടുണ്ട്.
അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഖബറിൻ്റെ മീതെ കെട്ടി വെക്കുക, അത് വന്തോഷമാണ്. ഖബറിൻ്റെ മീതെ സിമെൻ്റ് ഇടുക, അത് വന്തോഷമാണ്. ഖബറിൻ്റെ മീതെ ചെയ്യാൻ പാടില്ലാത്ത കുമ്മായമിടുക, അതൊക്കെ വന്തോഷങ്ങളാണ്. അതൊക്കെ ബിദ്അത്തുകളാണ്. ബിദ്അത്തുകൾ ശിർക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ നിൽക്കുന്നത് വന്തോഷമാണ്. വന്തോഷം എന്ന തെറ്റിൽ നിന്നിട്ട് കുറയുന്നതായ ബിദ്അത്തുകൾ ഇല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്തത് നമ്മുടെ പോക്കൽ നിന്നിട്ട് ഉണ്ടാക്കലാണ്. അത് ആ പ്രവർത്തനം തന്നെ വന്തോഷമാണ്, അത് പാടുള്ളതല്ല. അള്ളാഹിൻ്റെ വധത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ടുണ്ടാക്കുക എന്നത് അത് മഹാപാപമാണ്, വന്തോഷമാണ്. അള്ളാഹു പറയുന്നു, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതായ വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുദോഷങ്ങളെ നാം നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, മാന്യ ആ സ്വർഗ പൂങ്കാവിലേക്ക്, ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ അത് നമ്മുടെ ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതായ മാസമാണ്. ആ ചെറുദോഷങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള മാസത്തെ നാം സ്വീകരിക്കുമ്പോൾ വന്തോഷങ്ങളിൽ നിന്നിട്ടും എല്ലാ ദോഷങ്ങളിൽ നിന്നിട്ടും മുക്തരാവാനുള്ളതായ പാശ്ചാത്താപം നാം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഒന്നാമതായിട്ട് സംയോഗം. റമദാൻ മാസം പട്ടാപകൽ സംയോഗം ചെയ്താൽ അവൻ്റെ നോമ്പ് ഫസാദായി. എന്നിട്ട് തുടർച്ചയായിട്ട് ഭാര്യയും ഭർത്താവ് രണ്ടുപേരും പ്രീതിപ്പെട്ടുകൊണ്ട് രണ്ടുപേരുമാണ് അത് സംഭവിച്ചതെങ്കിൽ രണ്ടുപേരും 60 നോമ്പ് തുടർച്ചയായിട്ട് നോക്കണം. 60 നോമ്പ് തുടർച്ചയായിട്ട് ഒരു നോമ്പിൻ്റെ പകരം നോക്കണം. അതാണ് അതിനുള്ളതായ കഫാറത്ത്. അത് റമദാൻ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ നോമ്പ് ഫസാദായി പോകുന്നതായ ആദ്യത്തെ വലിയ പാപമാണ്. രണ്ടാമത്തത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മിൽ നിന്നിട്ട് ഇന്ദ്രിയം പുറപ്പെടുക എന്നതാണ്. നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് പുറപ്പെടുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. അത് അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കണം. നോമ്പ് ഖളാ വീട്ടുകയും വേണം. അത് ആ പവിത്രതയുള്ളതായ റമദാനിന് കോട്ടം തട്ടുന്നതായ മഹാപാപമാണ് ആ ചെയ്തു കൂട്ടിയത്. അത് ചെയ്യാൻ പാടുള്ളതല്ല, അതരുത്. പക്ഷേ സംയോഗമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള കഫാറത്ത് അത് 60 നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തുടർച്ചയായിട്ടായിരിക്കണം. സ്ത്രീകൾക്കാകുമ്പോൾ അവർക്ക് ഹൈദ് വരുന്നല്ലോ എന്ന ചോദ്യം ചോദിക്കപ്പെടാറുണ്ട്. ഹൈദിൻ്റെ ദിവസത്തിൽ മാത്രം ആ ഗ്യാപ്പ് അവർക്ക് ഒഴിവാക്കാം. അത് ശർഈയായിട്ട് ഇസ്ലാം അവർക്ക് നൽകുന്നതായ അനുവദനീയമായ ഭാഗമാണ്. അല്ലാത്ത ദിവസങ്ങളൊക്കെ തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കണം ആ നോമ്പ് നോക്കൽ. അതേസമയത്ത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയല്ല, പകൽ കിടന്നുറങ്ങുമ്പോൾ സ്ഖലനമുണ്ടായി, ആ ഉറക്കത്തിൽ സ്ഖലനമുണ്ടായി, എന്നാൽ നമ്മുടെ നോമ്പ് ഫസാദാകുന്നതല്ല. സ്ഖലനമുണ്ടായോ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുളിച്ചാൽ മതിയാവുന്നതാണ്, നോമ്പ് നഷ്ടപ്പെടുന്നതുമല്ല. കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല എന്നതുകൊണ്ട്. അപ്രകാരം തന്നെ പോഷകാംശമുള്ളതായ ഇഞ്ചക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുക, അത് ഗ്ലൂക്കോസ് പോലത്തതായ നമുക്ക് ഭക്ഷണത്തിന് പകരം നിൽക്കുന്നതായ രൂപത്തിലുള്ള ഇഞ്ചക്ഷനായി മാറുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ ചോര കയറ്റിയാലും നോമ്പ് മുറിയുന്നതാണ്. ചോര ഭക്ഷണത്തിൻ്റെ റിസൾട്ടാണല്ലോ ചോര, പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ പോഷകാംശത്തിൽ ഏറ്റവും ശരീരത്തിന് ശക്തി കൂട്ടുന്നതായ സാധനമാണ് ചോര. ചോര കയറ്റുന്ന സമയത്ത് നോമ്പ് മുറിയുന്നതാണ്, നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിലും സഹിഹായ അഭിപ്രായമനുസരിച്ചിട്ട് കൊമ്പ് വെക്കലും നോമ്പ് മുറിപ്പിക്കുന്നതാണ്. ഹിജാമ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് ചെയ്യലും നോമ്പ് മുറിക്കുന്നതായ ഭാഗമാണ്. അപ്പോൾ റമദാൻ മാസത്തിൽ മറ്റുള്ളവർക്ക് ചോര കൊടുക്കലോ എന്ന് ചോദിക്കാറുണ്ട്. റമദാൻ മാസം ചോര കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇനത്തിൽപ്പെടും. ഏതിനം? ഹിജാമ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പ് വെക്കലാണ്. കൊമ്പ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് ചോര എടുക്കലാണ്, അല്ലേ? എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചോര കൊടുക്കുമ്പോൾ കൊമ്പ് വെക്കുക എന്നത് നോമ്പ് മുറിക്കുന്നതാണ് എന്ന അഭിപ്രായക്കാരുടെ, അതാണ് തഹ്ഖീഖോടുകൂടി പറയുന്നവർ പറയാറുള്ളത്. ആ അഭിപ്രായ പ്രകാരം ചോര കൊടുത്താലും നോമ്പ് മുറിയുന്നതാണ്. പിന്നെ ചോര പരിശോധിക്കാൻ വേണ്ടി എടുക്കുക എന്നത് രോഗമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തിന് നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെടുന്ന രോഗമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, എന്നിട്ട് പോയി ചോര കൊടുക്കാം, ചോര പരിശോധിക്കാം. മനസ്സിലായില്ലേ? ഇനി അല്ലാത്ത പക്ഷമാണെങ്കിൽ അല്പം ഷുഗർ നോക്കാൻ വേണ്ടിയുള്ളതായ ചോരയൊക്കെ അല്പമാണല്ലോ, അതൊക്കെ നോമ്പ് മുറിക്കുന്നതല്ല. അതേസമയത്ത് കൂടുതൽ ചോര എടുക്കുകയാണെങ്കിൽ നോമ്പ് സഹിയായ അഭിപ്രായ പ്രകാരം മുറിയും എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ കരുതിക്കൂട്ടി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. ഇതാണ് നോമ്പ് മുറിയുന്നതായ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കരുതിക്കൂട്ടി ഛർദ്ദിക്കുക, ഛർദ്ദി ഉണ്ടാക്കി ഛർദ്ദിക്കുക, അല്ല അവിചാരിതമായി നമുക്ക് ഛർദ്ദി വന്നു പോവുകയാണെങ്കിൽ അത് നോമ്പ് മുറിക്കുന്നതും അല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ ചെയ്യേണ്ടതായ അമലുകളെ ചെയ്യേണ്ടതുപോലെ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതികരമാക്കാൻ നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. കഷ്ടതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തട്ടെ. നമ്മൾ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമുക്കും പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു ഇനിയും നൽകുമാറാകട്ടെ. നമുക്ക് ദഅവത്ത് രംഗത്തിൽ പ്രവർത്തിക്കാനുള്ളതായ ആത്മാർത്ഥത അള്ളാഹു നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ. നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നാം എല്ലാവരെയും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.